നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ജൂൺ 10 ബുധനാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. സാമ്പത്തികമായും മാനസികമായും കുടുംബപരമായും ചില വെല്ലുവിളികൾ നിറഞ്ഞ ദിവസമായിരിക്കും ഇത്. ദാമ്പത്യ ബന്ധത്തിൽ മാനസികമായ ഐക്യം കുറയാനും ചെറിയ കലഹങ്ങൾ ഉണ്ടാകാനും സാധ്യത കാണുന്നു. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. രോഗാരിഷ്ടതകൾ മൂലമുള്ള ആശുപത്രിവാസത്തിന് ഇടയുണ്ട്. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ കഴിവുകൾക്ക് അർഹമായ മികച്ച അംഗീകാരങ്ങൾ ലഭിക്കുന്ന ശുഭദിനമാണത്. സാമ്പത്തിക കാര്യങ്ങളിൽ ദീർഘകാലമായി നിലനിന്നിരുന്ന തടസ്സങ്ങൾ പൂർണ്ണമായി നീങ്ങും. പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടാൻ അനുകൂല സാഹചര്യം ഒരുങ്ങും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും പൂർണ്ണമായി നിലനിൽക്കുന്ന അനുകൂല ദിവസമാണിത്. തൊഴിൽ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നതിലൂടെ മേലധികാരിയുടെ പ്രീതി നേടിയെടുക്കാൻ സാധിക്കും. ഇത് ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്താൻ സഹായിക്കും. മികച്ച ദാമ്പത്യ ഐക്യം, കീർത്തി, വിശേഷപ്പെട്ട സുഖഭോജന ഭാഗ്യം എന്നിവ പ്രതീക്ഷിക്കാം. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. സാമ്പത്തികമായി വരവും ചെലവും ഏകദേശം തുല്യമായി മുന്നോട്ടു പോകുന്ന ദിവസമായിരിക്കും. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രവർത്തനങ്ങളിൽ അല്പം മന്ദതയോ ചെറിയ നഷ്ടങ്ങളോ നേരിട്ടേക്കാം. വിലപിടിപ്പുള്ള വസ്തുക്കളും പ്രധാനപ്പെട്ട രേഖകളും അതീവ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുക. യാത്രകളിൽ ജാഗ്രത ആവശ്യമാണ്. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ക്രമം തെറ്റിയ ഭക്ഷണ രീതികൾ മൂലമുള്ള ഉദരരോഗങ്ങൾ, കരൾ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, ശ്വാസകോശ രോഗങ്ങൾ എന്നിവ വരാൻ സാധ്യതയുള്ളതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ അതീവ ശ്രദ്ധയും മുൻകരുതലുകളും ആവശ്യമായ സമയമാണിത്. കൃത്യമായ ജീവിതശൈലി പാലിക്കാൻ ശ്രദ്ധിക്കുക. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. സമൂഹത്തിലെ വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടാനും അവരോടൊപ്പം വേദി പങ്കിടുവാനും അവസരം ലഭിക്കുന്ന സുവർണ ദിനമാണിത്. വിലമതിക്കാനാവാത്ത മികച്ച സമ്മാനങ്ങൾ തേടിയെത്തും. കുടുംബാംഗങ്ങളിൽ നിന്നും പ്രിയപ്പെട്ട ബന്ധുക്കളിൽ നിന്നും വലിയ പിന്തുണയും സഹകരണവും ഈ സമയത്ത് ലഭിക്കും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. കുടുംബാംഗങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും വളരെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്ന സന്തോഷകരമായ ദിവസമാണിത്. ഭവനത്തിൽ ഐശ്വര്യം വർദ്ധിക്കും. പുതിയ ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, ആകർഷകമായ അലങ്കാര വസ്തുക്കൾ എന്നിവ സ്വന്തമാക്കാനും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നിലനിർത്താനും സാധിക്കും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ചെറിയ ഉറക്കക്കുറവ്, വിദ്യാഭ്യാസപരമായ തടസ്സങ്ങൾ, സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ എന്നിവ ഉണ്ടാകാൻ സാധ്യത കാണുന്നതിനാൽ ശ്രദ്ധിക്കുക. താൽക്കാലിക മാനസിക സംഘർഷങ്ങൾ കാരണം ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും കാര്യങ്ങളിൽ കൃത്യമായ ഏകാഗ്രത പുലർത്താനും അല്പം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. അനാവശ്യമായ ചിന്തകളും ആകുലതകളും മനസ്സിനെ അലട്ടാൻ സാധ്യതയുള്ള ദിവസമാണിത്. ശാരീരികമായ ചെറിയ രോഗങ്ങൾക്കോ താൽക്കാലിക മാനസിക ദുഃഖങ്ങൾക്കോ ഇടയുണ്ട്. ചെയ്യുന്ന കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ നേരിടാനും ഭാഗ്യക്കുറവ് അനുഭവപ്പെടാനും സാധ്യതയുള്ളതിനാൽ ഈശ്വരാധീനം നിലനിർത്തുക. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. സന്താന ഭാഗ്യത്തിനായി ദീർഘനാളായി ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ശുഭവാർത്തകൾ കേൾക്കാൻ വലിയ സാധ്യതയുള്ള ദിവസമാണത്. മുതിർന്നവരിൽ നിന്നും ഗുരുജനങ്ങളിൽ നിന്നും അർഹമായ ആദരവും പ്രശംസയും ലഭിക്കും. നിയമപരമായ കേസുകളിലും തർക്കങ്ങളിലും വലിയ വിജയം നേടാൻ സാധിക്കും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. അനാവശ്യമായ കൂട്ടുകെട്ടുകളിൽ നിന്നും അന്യരുമായുള്ള അമിത ഇടപഴകലുകളിൽ നിന്നും ഇത് പൂർണ്ണമായി വിട്ടുനിൽക്കുന്നത് നന്നായിരിക്കും. അല്ലാത്തപക്ഷം സമൂഹത്തിൽ അനാവശ്യ മാനഹാനിക്ക് കാരണമായേക്കാം. മാനസികമായും ശാരീരികമായും ചില വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുണ്ടെന്നതിനാൽ ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ്. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. കുടുംബത്തിൽ വലിയ സ്വസ്ഥതയും സമാധാനവും അനുഭവപ്പെടുന്ന അനുകൂല ദിവസമാണിത്. അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുജനങ്ങളുമായി ഒത്തുചേരുവാനും ദാമ്പത്യ ജീവിതത്തിൽ മികച്ച ഐക്യവും സന്തോഷവും നിലനിർത്തുവാനും സാധിക്കും. ഭവനത്തിലേക്ക് പുതിയ അലങ്കാര വസ്തുക്കൾ സ്വന്തമാക്കാൻ നല്ല അവസരം ലഭിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.